ഈശോയിൽ എത്ര സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുക്കമായ 4-ാം ദിവസം പ്രത്യേകം ഓർക്കുന്നതും ധ്യാനിക്കുന്നതും വിശുദ്ധ എലിസബത്തിനെ പറ്റിയാണ്. എലിസബത്തിനെയും സക്രിയാവിനെയും പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഈ പ്രകാരമാണ്: അവർ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു എന്നതാണ്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടായിരുന്നു. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ മക്കളില്ലാത്തതൊരു ശാപമായി കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ അപമാനങ്ങളും കഷ്ടതകളും വേദനകളും ഈ ദമ്പതികൾ ഏറ്റുവാങ്ങിയിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ അപമാനത്തിൻ്റെ നിമിഷങ്ങളിലും കഷ്ടപ്പാടിലും അപമാനത്തെ ദൈവത്തിൻ്റെ പദ്ധതിയായി ഇരുവരും സ്വീകരിച്ചു. അപമാനത്തെ അഭിമാനമാക്കി മാറ്റുന്നുണ്ട്. എലിസബത്ത് പറയുന്നുണ്ട്, വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനം: മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എൻ്റെ അഭിമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. ചില സമയങ്ങളിൽ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മെ വെട്ടി ഒരുക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്, കൂടുതൽ ഫലം നൽകുന്നതിനായി നമ്മെ വെട്ടി ഒരുക്കുന്നു. സഹനങ്ങളെ അല്പം കൂടി ദൈവിക പദ്ധതിയായിട്ടും നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസ.